നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. RRB ഗ്രൂപ്പ് ഡി 2025 എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് അതിന് എന്നാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നൊരു അനിശ്ചിതത്വം നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലേ? അതായത് കുറേ നാളുകളായിട്ട് നിങ്ങൾ പഠിച്ചു വരികയാണ്, അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, സെറ്റാണ്. പക്ഷേ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ, മുന്നോട്ട് പഠിക്കാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എക്സാം എന്ന് നടക്കും, ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എക്സാം നടക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. മക്കളെ, ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളുടെ ഒരു ലാസ്റ്റ് ഡേറ്റ് മിസ്സാവില്ല. നിങ്ങൾക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ഈ സൂപ്പർ നോട്ട്സിന്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. ഏത് നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സാവില്ല, ഒരു ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മിസ്സാവില്ല, ഓരോ ഇൻഫർമേഷനും നിങ്ങൾ അറിയേണ്ട ഓരോ ഇൻഫർമേഷനും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷന് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിന്റെ വിധി എന്താകും, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് ഈ ഒരു RRB ഗ്രൂപ്പ് ഡിയുടെ നിലവിലത്തെ നോട്ടിഫിക്കേഷന്റെ ഭാവി എന്താണ്, എക്സാം ഡേറ്റ് എന്നത്തേക്കാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ നമ്മളൊരു 5 കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാലാണ് എക്സാം എന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ കാര്യം NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ CBT 1, അതെ, ഈ ഒരു എക്സാമിനേഷൻ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അതിന്റെ CBT 2 എക്സാമിനേഷൻ ആണ് നടക്കാനുള്ളത്, അവിടെ വയ്ക്കട്ടെ. ദെൻ അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ? അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷന്റെ ഡേറ്റ്. ദെൻ SSC CGLന്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഫേസ് 13ന്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡിയുടെ ഡേറ്റ് ഇനി വരാനിരിക്കുകയാണ്. ഓക്കെ, ഇതിനിടയ്ക്ക് നമുക്കറിയാം CHSLന്റെ ഡേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ MTSന്റെ ഡേറ്റ് ഉണ്ട്. അങ്ങനെ പല എക്സാമുകൾ SSCയുടെയും RRBയുടെയും നടക്കാനുണ്ട്. ഈ എക്സാമുകൾക്ക് എല്ലാം ഒരു കോമൺ പ്രത്യേകതയുണ്ട്. ഇതെല്ലാം നടക്കേണ്ടത് CBT മോഡലിലാണ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ SSCയുടെ ആയിക്കോട്ടെ RRBയുടെ ആയിക്കോട്ടെ സെന്ററുകൾ ഏതാണ്ടെല്ലാം ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ SSC എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് RRB എക്സാമിനേഷൻ നടത്തുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമുകൾ കഴിയുന്ന മുറയ്ക്ക് മാത്രമേ എന്ത് നടക്കാൻ സാധ്യതയുള്ളൂ, ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ നടക്കാൻ സാധ്യതയുള്ളൂ. ഇവിടെ കേസ് നിൽക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം ഈ ഒരു കേസ് ITI യോഗ്യത ഉൾപ്പെടുത്തണമോ അതോ 10th ക്വാളിഫിക്കേഷൻ മാത്രം മതിയോ എന്നുള്ള ഒരു കേസ് കോടതിയിൽ നിൽപ്പുണ്ട്. ഓക്കെ, ഇനി ഈ കേസിന്റെ ഭാവി എങ്ങനെയായിരിക്കും? ഇത് വലിയൊരു ചോദ്യമാണ് അല്ലേ? നമുക്കറിയാം ജൂലൈ മാസം 26-ാം തീയതി, ഈ ജൂലൈ മാസം 26-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത ഹിയറിംഗ് നടക്കാൻ പോവാണ്. ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഹിയറിംഗ് കൂടെയാണ്. ഓക്കെ, ഇതൊരു ഫൈനൽ ഡിസിഷനിലേക്ക് ഒന്നും പോകാനുള്ള സമയമല്ല, ഹിയറിംഗ് ആണ്. വീണ്ടും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഇത് സിംഗിൾ ബെഞ്ചിനോ ഡിവിഷൻ ബെഞ്ചിനോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വീണ്ടും RRBയോ മറ്റു കാര്യങ്ങളൊക്കെ വീണ്ടും ഇതിനെ അപ്പീൽ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വീണ്ടും ഇത് സുപ്രീം കോടതിയിലേക്കോ മറ്റോ പോകാം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും ഇത് സിംഗിൾ ബെഞ്ചിനും ഡിവിഷൻ ബെഞ്ചിനും ഒക്കെ ഇങ്ങനെ കയറി പോകാം. അങ്ങനെ ഈ നൂറ്റാണ്ടിലൊന്നും ഇതുമായി ബന്ധപ്പെട്ടൊരു വിധി പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സാം എന്ത് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. ഒരുപാട് നാളത്തേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത വളരെ 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 വിരളമാണ്. എക്സാമിനേഷൻ നടക്കാൻ തന്നെയാണ് സാധ്യത. ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ ഒരു പക്ഷേ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ ആ പ്രശ്നങ്ങൾ നികത്താനായിട്ട് മാത്രമേ RRB തയ്യാറാകൂ. കാരണം ഏതാണ്ട് 1 കോടിയിലധികം ആളുകൾ ഇതിനോടകം എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 500 രൂപ വീതം കൃത്യമായിട്ടും ഇതിന്റെ ഫീസ് വാങ്ങിയിട്ടുണ്ട്. മറ്റ് പ്രൊസീജിയറുകൾ എല്ലാം ഇവർ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ എക്സാമിനേഷൻ റദ്ദ് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ വിധി ഇതിന്റെ വിധിയും ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഹിയറിംഗുകൾ ഇങ്ങനെ നടന്ന് മുന്നോട്ട് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് സാധ്യതയുള്ളത്. അപ്പൊ എക്സാമിനേഷൻ നമുക്ക് എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? അതിന് നമ്മൾ 1-2 കാര്യങ്ങൾ നോക്കാം. ഇത് SSCയുടെ ഒരു ഇയർലി കലണ്ടറാണ്. ഈ കലണ്ടർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഇതുവർ പറഞ്ഞത് എപ്പോഴാണ്? ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ഇപ്പൊ അത് ഓഗസ്റ്റ് മാസം വരെ ആയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ പോവുക അല്ലെ? ഓഗസ്റ്റ് മാസമാണ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് 13-ാം തീയതി തൊട്ട് ഓഗസ്റ്റ് 30-ാം തീയതി വരെ SSC CGLന്റെ അത്യാവശ്യം ആളുകൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റാണ്, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണ്. അത്യാവശ്യം ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സെന്ററുകളെല്ലാം ബിസി ആയിരിക്കും. അതിനുശേഷം നോക്കുകയാണെങ്കിലോ, അതിനുശേഷം കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിന്റെ പ്രത്യേകത ഇത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടത്തുമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ എക്സാമിനേഷനും വരാനിരിക്കുകയാണ്. MTS വരാനിരിക്കുകയാണ്.
ഫേസ് 13 എക്സാമിനേഷൻ വരാനിരിക്കുകയാണ്. അങ്ങനെ നിരവധി എക്സാമിനേഷനുകൾ മുന്നോട്ട് എന്താണ് SSCയുടെ ഭാഗത്തു നിന്നുണ്ടാകാനിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് NDPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാം ഡേറ്റ് വന്നു. ഓഗസ്റ്റ് മാസം 7-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന എക്സാമിനേഷനാണ് കാറ്റഗറി നമ്പർ 06-ലുള്ളത്. ഓക്കെ, ഇവിടെയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കാറ്റഗറി നമ്പർ 06 ആയിട്ടുള്ളൂ. ഇനി 07 എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്പർ നടക്കുന്നുണ്ട്. അതായത് മിനിസ്റ്റീരിയൽ സ്റ്റാഫ്സുമായി ബന്ധപ്പെട്ട എക്സാമിനേഷൻ നടക്കേണ്ടതുണ്ട്. 07 എക്സാമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ 08 എക്സാമിനേഷൻ നടക്കുള്ളൂ. ശരിയല്ലേ? അതായത് 06 കഴിഞ്ഞു, 05 കഴിഞ്ഞു, 06 കഴിഞ്ഞു. ഇനി 07 എക്സാമിനേഷന്റെ ഡേറ്റ് വരണം. അത് മിനിസ്റ്റീരിയൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ടതാണ്. അത് വന്നതിന് ശേഷമാണ് 08 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ നടക്കേണ്ടത് സ്വാഭാവികമായിട്ടും. അപ്പൊ ഇനി ഒരു എക്സാമിനേഷൻ RRBയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ NDPCയുടെ ഡേറ്റ്, അതായത് ഏകദേശം 65 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള NDPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷന് ഒരു മാസത്തോളം സമയമാണ് എക്സാമിന് വേണ്ടിയിട്ടിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് മാസം 7 തൊട്ട് സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെയുള്ള സമയം എന്താണ്? ഈ പറയുന്ന NDPC അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. ഇതിന് ശേഷമായിരിക്കണം എന്ത് നടക്കാനായിട്ട് സാധ്യതയുള്ളത്? ഈ പറയുന്ന ഏത് എക്സാം നടക്കാൻ സാധ്യതയുള്ളത്? നമ്മുടെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എക്സാമിനേഷൻ നടക്കാൻ സാധ്യതയുള്ളത്. അതിനോടൊപ്പം തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നോക്കിയാൽ ഓഗസ്റ്റ് 13 തൊട്ട് ഓഗസ്റ്റ് 30 വരെയാണ്. അപ്പോൾ അവിടെ 2 എക്സാമിനേഷനുകൾ അണ്ടർ ഗ്രാജുവേറ്റും CGL-ഉം കൂടെ മിക്സ് ചെയ്ത് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ടൈറ്റ് ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കും. ദെൻ ഇനി ഫേസ് 13 ആണെങ്കിലോ ആ എക്സാം നടക്കാനായിട്ട് പോകുന്നത് 24 ജൂലൈ മുതൽ 4 ഓഗസ്റ്റ് വരെ അവിടെയും ഒരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ദെൻ ഇതുകൂടാതെ നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അതെപ്പോഴാണ് നടക്കുന്നത്? 8-9, അതായത് സെപ്റ്റംബർ മാസം 8 മുതൽ സെപ്റ്റംബർ മാസം 18 വരെ എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് നടക്കുകയാണ്. നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും. നല്ല നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അവിടെയും CHSL-നും പ്രതീക്ഷിക്കാം. സ്വാഭാവികമായിട്ടും അവിടെയും ടൈറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതെല്ലാം നമ്മളോട് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റിലേക്കോ എന്ത് നീണ്ടുപോകും? ഈ പറയുന്ന ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഇനിയും നീണ്ടുപോകും. ഓക്കെ, സെപ്റ്റംബർ മാസം ലാസ്റ്റിലേക്ക്, ഒക്ടോബർ ആദ്യത്തേക്ക്. ഇത് ഞാൻ പറയുന്നത് വസ്തുതകൾ വെച്ചിട്ടാണ്, നടക്കാൻ സാധ്യതയുള്ള കാര്യം വെച്ചിട്ടാണ്. ഇതുപോലെ ഞാൻ നേരത്തെ സെപ്റ്റംബറിൽ ഒക്കെ നടക്കുകയുള്ളൂ, അല്ലെ അതുവരെ നീണ്ടുപോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ്ലി കമന്റ് ഇട്ടു. അങ്ങനെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ അങ്ങനെ ഒരു റിവ്യൂ വന്നിട്ടുണ്ട്. ഇത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കുട്ടികൾ പഠിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ മുൻപിലുള്ള സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലടാ? അപ്പോൾ ഒന്നുകിൽ സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തേക്ക് നടക്കാനായിട്ടാണ് സാധ്യതകൾ മുന്നോട്ട് പോകുന്നത്. ഇത് സാധ്യതകളാണ്, RRB ആണ് തീരുമാനിക്കുക. സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ അത്രയും സമയം കൂടി നമ്മുടെ മുൻപിൽ കിട്ടാൻ പോവുകയാണ്. അതായത് ജൂലൈ മാസം ഇപ്പോൾ പകുതി ആയിട്ടേ ഉള്ളൂ. ദെൻ ഓഗസ്റ്റ് മാസം കിടക്കുകയാണ്, സെപ്റ്റംബർ കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇനിയും ഒരു 60+ അല്ലെങ്കിൽ 70+ ദിവസങ്ങൾ എന്താണ് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയും ദിവസം കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയമുണ്ട്. ആ സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കേസിന്റെ സ്റ്റാറ്റസ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ്. അതായത് ഈ ഒരു രീതിയിൽ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വീണ്ടും സാധ്യതയുണ്ട്. അത് എക്സാമിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ 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 വിരളമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ എക്സാമിന് വേണ്ടി ഇനിയുള്ള സമയത്തെ മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത മക്കളെ, ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത 200+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷനുകൾ കാണും. ഓക്കെ, റെക്കോർഡഡ് സെഷനുകൾ കാണും. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ ലൈവ് ആയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എടുത്തു തരും. അതേപോലെ GKയുടെ മൈക്രോ ടോപ്പിക്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ടുണ്ടാകും. ദെൻ ചാപ്റ്റർ ടെസ്റ്റുകൾ, PYQ ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ, അങ്ങനെ നിരവധി പ്രത്യേകതകളോടുകൂടിയിട്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. ദെൻ ഇതിലൊരു മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും, മോട്ടിവേഷണൽ സെഷനുകൾ അമൽ സാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കും. ദെൻ ടെലഗ്രാം ഗ്രൂപ്പിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് ആണ് RRB ഗ്രൂപ്പിന്റെ ക്രാഷ് ബാച്ച്. ഇനിയുള്ള സമയം നിങ്ങൾക്ക് മാക്സിമം എഫോർട്ട് ഇട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇനിയുള്ള സമയത്തെ മാക്സിമം വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ സമയം കൊണ്ട് തന്നെ RRB ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാനായിട്ടുള്ള സമയം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ RRBയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള സംശയവും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏത് സംശയങ്ങളും ഏത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അവരോട് ചോദിക്കാവുന്നതാണ്. അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം എത്തുക, ആദ്യം ജോലി നേടുക, ജീവിതം അടിപൊളിയാക്കുക. താങ്ക് യു സോ മച്ച്.